ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ് BSF ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞു. ഓൾറെഡി ഡിസംബർ 8 മുതൽ ജനുവരി 14 വരെയാണ്. അതിന് വിപുലമായ പരിപാടികൾ ഏകദേശം 90 രാജ്യങ്ങളുടെ പവലിയനുകളുണ്ട്. ഇന്ത്യ, ആഫ്രിക്ക, പാകിസ്ഥാൻ, ശ്രീലങ്ക, പിന്നെ അതുപോലെ ജപ്പാൻ, USA നിരവധി രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. അവരുടെ നിരവധി സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വിവിധ കൾച്ചറൽ പരിപാടികൾ, നല്ല വിവിധമായ പരിപാടികളാണ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് കാണാം. ഇന്ത്യൻ പവലിയനാണ്. ഇന്ത്യൻ പവലിയൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. നിരവധി ഷോപ്പുകളൊക്കെ, വസ്ത്രങ്ങളുടെയൊക്കെ ഷോപ്പുകളുടെ കാര്യങ്ങൾ, ഇവരുടെ ഓരോരോ കരകൗശല വസ്തുക്കളാണ്. നമുക്കിതിൻ്റെ സെയിൽസ്മാരോട് ചോദിക്കാതെ എങ്ങനെയൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് പരിപാടികളെല്ലാം ചോദിച്ചു നോക്കാം. ഇത് ആഭരണങ്ങൾ, ഇത് പേളാണോ, ആഭരണങ്ങളൊക്കെ കാണുന്നത്. സോറി ബ്രോ, ഇത് ആഭരണങ്ങളാണോ? ഫ്രോം ഇന്ത്യ. ഒറിജിനൽ പേളല്ല അതുകൊണ്ടല്ലേ? ഇമിറ്റേറ്റ് fresh water. Fresh water pearl. Fresh water pearls. Delhi. ഇത് എങ്ങനെയാണ് വരണതിനൊക്കെ എന്താ വില വരുന്നുണ്ട്? How much for this one? This one 350. 650. This is fresh water pearl and this fully zircon. It's silver plated also. See this flower. Right. Fully zircon. From India, which state, which part India? In Delhi. In Delhi. Delhi. In Delhi. What's your good name, your Mr.? Roman. Okay. Other than what else ornaments are there? Many ornaments are there, yeah? This stone is real stone? American diamond stone. Imitation. Yeah, imitation stone. It doesn't change color, is all. I have a more pattern like this. These are 250. 250. अच्छा, ये लॉन्ग लास्टिंग है ना? Yes. वो इसमें बेस मेटल क्या है? सिल्वर है? Yes. सिल्वर का. अच्छा. Studio എന്ന് പറഞ്ഞൊരു കടയാണ്. സോപ്പുകളാണിത്. സത്യത്തിൽ ഇത് കണ്ടാൽ നമുക്കിതൊരു പലഹാരം സ്വീറ്റ്സാണ് വിചാരിക്കും. These are soaps, yeah? Natural soap. Natural soap. And isn't it, how much is this? This one? One piece 25, 6 pieces 100. 1 piece 25 തരാണ് പറയുന്നത്. 6 പീസിന് കുറച്ചുകൂടി ഓഫർ ഉള്ളത്. നിരവധി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള സോപ്പാണ്. അത് കെമിക്കൽസിൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത്തരം സോപ്പുകൾ പരിചിതമായ ആളുകൾ കുറേ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പൂരത്തിന് പേരൊക്കെ ഈ മധുരപലഹാരങ്ങൾ നിരത്തി പോലെയാണ് ഇത്തരം സോപ്പുകൾ കാണുന്നത്. പലഹാരങ്ങളുണ്ട്. മധുരപലഹാരങ്ങൾ അത് നല്ല കച്ചവടം നടന്നു. This how much kilo? ഇത് നട്ട്സ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നട്ട്സ് വെച്ചിട്ടുള്ള പല ജാതി സ്വീറ്റ്സ് ഉള്ളത്. ബേസ്ഡായിട്ട് മെയിനായിട്ട് നട്ട്സാണ് നമ്മുടെ
Mussels. 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 How much one piece? Mussels. Huh? Mussels. One piece how much? 10 piece 50. Right. This is good, yeah. This you are bringing from Turkey? Turkey? ഇറാൻ്റെ പവലിയനാണ്. ഇറാൻ്റെ പവലിയനിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. അത് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഈ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് അകത്ത് കയറി നോക്കാം. ആളുകളുണ്ട്, ഒത്തിരി ഉണ്ട്, വലിയ തിരക്കില്ല, എന്നാലും ഉണ്ട്. ഒരു പ്രത്യേകതയുള്ള കല്ലുകളാണ് ഈ ടർക്കോയിസ്. ഇതൊക്കെ ഒറിജിനൽ കല്ലുകളാണ്. ഇവരൊക്കെ ഇതിന് നല്ല വിലയാണ് പറയുന്നത്. ഒരെണ്ണത്തിനൊക്കെ 400 രൂപ, ദിർഹംസ് 500 മുതൽ 1000, 2000, 3000 ദിർഹംസ് വരെയൊക്കെയുള്ള കല്ലുകളാണ്. ടർക്കോയിസിൻ്റെ കല്ലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ഇറാൻ്റെ സവിശേഷമായ ഒരു കല്ലാണ് ഈ ടർക്കോയിസ് എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് കടത്തി വിടില്ല ഇത്. പക്ഷേ ലൈറ്റ് കടത്തി വിടില്ലെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേൺ ആണ്. അത് ബ്ലൂവിൽ പ്രത്യേക ഒരു ഡിസൈൻ ചെയ്ത പോലെ അത് പ്രകൃതിയുള്ള ഒരു സംഭവം തന്നെയാണത്. അതാണ് ഈ കല്ലിൻ്റെ ഒരു പ്രത്യേകത. ഷോപ്പാണ്. ഇവർ ഫോട്ടോ എടുക്കുന്നതിൽ ഒരു കറികളൊന്നുമില്ല. പക്ഷേ ചിലർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാറില്ല. പക്ഷേ ഇത് വളരെ മനോഹരമായിട്ടുള്ള കുറേ ലാമ്പുകളാണ്. ഈ ബെഡ് ലാമ്പ്, അതുപോലെ തന്നെ ഈ നമ്മുടെ റൂമിലേക്ക് വെച്ച് അലങ്കരിക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ലാമ്പുകളാണ്. ഈ ലാമ്പ് കിട്ടുന്ന വയ്യ മച്ച് ദിസ് യെല്ലോ यानी कम यानी मुझे इंग्लिश ओके इंग्लिश ചോദിച്ചു ഇതിങ്ങനെ കുറേ ലൈറ്റുകൾ, മനോഹരമായിട്ടുള്ള ലൈറ്റുകളാണ്. ഇതിൻ്റെ വിലകൾ നമ്മൾ ഇതിൻ്റെ ഒരാളെ കണ്ടു കഴിഞ്ഞാലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി നേരത്തെ സംസാരിച്ച ആൾക്കാർക്ക് ഈ ഇറാനിയൻ ലാംഗ്വേജ് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അത്ര കൂടുതൽ അറിയില്ല. അപ്പോൾ അതുമായിട്ട് അറിയപ്പെടുന്നത് ഷീഷയാണ്. ഷീഷ ഉള്ള സാധനങ്ങളാണിത്. പിന്നെ അതുപോലെ മനോഹരമായിട്ട് കുറേ രൂപത്തിനകത്തുണ്ട്. ഒക്കെ നല്ല നല്ല ലൈറ്റുകളാണ്. പക്ഷേ ഇത് ഭയങ്കര അത്യാവശ്യം വിലയുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ്, ഹാൻഡ്മെയ്ഡാണ് ഇതൊക്കെ. ഇത് ജീസസിൻ്റെ ലാസ്റ്റ് സപ്പർ പിക്ചറാണ് ഇത് കാണിക്കുന്നത്. ഇവരുടെ തന്നെ ദിസ് ഹൗ മച്ച് പ്രൈസ്? പ്രൈസ് Which one? This one? This one, yeah. This one you can get 900 dirham. We have the silk one, sir. Oh, along with this shawl. This one you can get 1,200 dirham. Total 1,200. ഇതിലും മറ്റേ ജീസസിൻ്റെ ഒരു ഇത് കാണിക്കുന്നുള്ള ഒരു പിക്ചറാണ്. ജീസസിൻ്റെ Pure silk border is handmade. ഹാൻഡ്മെയ്ഡ്. That one is wool and silk with frame you can get. ഇത് ഇറാൻ്റെ പവലിയിൽ നിന്നുള്ള ഒരു പ്രത്യേകതയാണ്. ഇത് ഒരു 900 കിട്ടും. നല്ല സാധനങ്ങളാണ് ഇതെല്ലാം. ബഹ്റൈൻ്റെ പവലിയനാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് യമൻ്റെ പവലിയനുണ്ട്. യമൻ്റെ പവലിയനിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യമനിൽ ഹൂതികളുടെയൊക്കെ വിഷയങ്ങളുള്ള സ്ഥലമാണ് ഇതിലുള്ളത്. അത് വളരെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ്. എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. എവിടെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മുന്നൊക്കെ ഇവരുടെ പവലിയനിൽ വരുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. പിന്നെ കാപ്പിപ്പൊടിയൊക്കെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിരുന്നു അത്. പുറമുണ്ട് നമ്മൾ സന്തോഷം നേരത്തെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അങ്ങനെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരാണ്. അവരുടേതായ ചില ലഹരി ഉണ്ടാകുന്ന കഞ്ചാവ് പോലെ എന്നാൽ അത്ര സ്ട്രോങ് അല്ലാത്ത ചില നെസ്വാഗൊക്കെ പോലുള്ള ചില ഇലകൾ, എന്താ ഇലയുടെ പേര് തൊട്ട് ഓർമ്മ വരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും പല വ്യഞ്ജനങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്തായാലും പോകുന്നതിൻ്റെ ആവശ്യം കയറി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതിനകത്തുള്ളത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വേദം മുതൽ എല്ലാ സാധനങ്ങളും അവരെടുക്കുന്നുണ്ട്. എന്താണ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ്? ഹൈ ബ്രദർ, ഹൗ ആർ യു?
ഇവര് അഡൽട്ട് ഞാൻ കബീർ നഫറാത്ത് ഞാൻ ഇഷ്ടമാണ്. ഇതെല്ലാവരും എല്ലാ ചെറുപ്പക്കാരും മുതലുകൊണ്ട് ഓരോരുത്തരും കൊണ്ടു നടക്കണമെന്നാണ് അവരുടെ ഒരു റൂള്. അവരുടെ രാജ്യത്ത് ഈ അവർ സൂക്ഷിക്കും. ഓരോ ആളുകളുടെ ആരെങ്കിലും കാണാൻ രീതിയിലും കാര്യങ്ങളും അവർ വിടുന്നതാണ് അത്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കറുവപ്പഴം ഹണി ഹണി വിത്ത് നട്ട്സ് ഹണിയുടെ തേൻ്റെ തന്നെ ഒരു കലവറാണ് ഇവിടെ നടത്തുന്നത്. പലജാതി സ്പ്രിംഗ് ഹണി ഫ്ലവേഴ്സ് നമുക്കിവിടെ ചോദിക്കാവുന്ന എന്താ വില എന്നുള്ളത്. ഓമഞ്ച ബേബി ഞാൻ കമ്മാതാ കമ്മാതാ How much this? 1 kilo 200. 200, 1 kilo. This original from flower, yeah? Ketchup spicy? Ketchup? കഫേകളൊക്കെ ഉണ്ട് ഒരുപാട് തന്നെ. അതിനകത്ത് ആളുകൾ വളരെ സജീവമാണ്. വിവിധ രൂപത്തിലുള്ള സാധനങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ആളുകളും വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. കബാബ് തന്നെ അവരുണ്ടായിരുന്നു. കബാബിൻ്റെ മുസ്ലിം കബാബ് തന്നെ ഉണ്ടായിരുന്നു. വളരെ രുചികരമായിട്ടുള്ള കുറച്ചുകൂടെ ചൂട്ടോടെ അത് എടുത്ത് കൊടുക്കുന്നതെന്നാണ് ആളുകളോട് ഈജിപ്തിൻ്റെ പവലിയനാണ്. വളരെ മനോഹരമായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. 2 പാമ്പുകളുടെ തലയൊക്കെ ആയിട്ടുള്ള ഒരു രൂപമാണ് അതിനായിട്ട് കൊടുക്കുന്നത്. മുസ്ലിം നടത്തി കൊടുക്കുന്നത്. പിന്നെ ഹെയറോഗ്ലിഫിക്സിലുള്ള ഭാഷയിലുള്ള എഴുത്തുകളാണ്. ഈ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് പറയുന്നതായിരുന്നു ഈജിപ്റ്റ്. ഈജിപ്റ്റ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ഈജിപ്റ്റ് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈജിപ്റ്റ് ഫറോമാരുടെ ചരിത്രങ്ങളും മോസസിൻ്റെ ചരിത്രം. മോസസ് ഈജിപ്തിൽ നിന്ന് ഈ ജൂതന്മാരെ രക്ഷപ്പെടുത്തിയിട്ട് ചെങ്കടൽ വഴിക്ക് ചെങ്കടൽ പിളർത്തിയിട്ടാണ് ജൂതന്മാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഖുർആനിലും ബൈബിളിലൊക്കെ പറയുന്നത്. അത് ജോർദാനിലേക്കാണ് കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത്. ഒരുപാട് സംസ്കാരങ്ങളുള്ള ഒരു നാടാണ് ഈജിപ്റ്റ്. ആദ്യമായിട്ടുള്ള ഭാഷ അവിടെ നിന്നുണ്ടായത്. നൈൽ നദി ആണ് ഈ ഈജിപ്തിനെ ശരിക്ക് എത്തിച്ചേരാൻ വേണ്ടി നൈൽ നദിയുടെ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈജിപ്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നന്ദി, നമസ്കാരം.